ഹലോ, ഇന്നൊരു പാലക്കാടിൻ്റെ ട്രഡീഷണൽ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി, അതുപോലെ തന്നെ ഒരു 10-15 വറ്റൽമുളകും കൂടി കുതിർത്തി വയ്ക്കുക. അതിനുശേഷം ഒരു 1-1.5 മണിക്കൂറിന് ശേഷം നന്നായി കഴുകിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ഒരു 2-3 സാധനങ്ങളും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പച്ചരി ഞാൻ കുതിർത്തി വെച്ചത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു പിടിയോളം ചെറിയുള്ളി, അതിനുശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല, കുറച്ച് ഉപ്പ്, ഇത് 3 കൂടി ചേരുമ്പോൾ ഒരു ഭയങ്കര നല്ല ഫ്ലേവറാണ് കേട്ടോ. അതിൻ്റെ മണവും അരച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഫീലൊന്ന് അറിയുന്നത് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് 3 കൂടി ഒന്ന് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് തെരുതെരുന്നനുണ്ടാവും, പച്ചരി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമല്ലേ കുതിർക്കുന്നുണ്ട്. അപ്പോൾ ആ ടെക്സ്ചറാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിലോട്ട് നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടി ഇടുക കേട്ടോ. നമ്മുടെ മുരിങ്ങയില ഒരു കൈപ്പിടിയോളം നമ്മൾ മുരിങ്ങയില ഊരിയിട്ട് അതുകൂടി ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുരിങ്ങയിലൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ പേരാണ് കേട്ടോ ഞങ്ങൾ മുളകപ്പം എന്നാണ് പറയുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് നമ്മൾ ദോശ ചുടുന്ന തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സൈഡും നല്ല ക്രിസ്പി ആവുന്ന വരെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമ്മൾ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതേപോലുള്ള പാലക്കാടൻ റെസിപ്പീസും നമ്മുടെ പാലക്കാടൻ വ്ളോഗ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഈ 4 മണി പലഹാരം ഉണ്ടാക്കാറുണ്ടോ? അതുപോലെ തന്നെ ഇതിന് എന്താ പേര് പറയാമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുളകപ്പം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക.